നമ്മളൊരു സിമ്പിൾ സ്മോക്കി ഐസ് ആണ് നോക്കാൻ പോണത്. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മോക്കി ഐസ് ആണ് കേട്ടോ. സോ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു തീപ്പെട്ടി കൊള്ളി ആൻഡ് ഒരു കൺമഷി, ഏതെങ്കിലും ഒരു കൺമഷി മതി. പിന്നെ ഒരു സ്റ്റിക്ക് കാജലുണ്ടെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്മോക്കി ഐസ് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കുറച്ച് കൺമഷി നമ്മൾ മാച്ച് സ്റ്റിക്കിൽ എടുക്കുക. അതിനുശേഷം നമ്മളുടെ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഔട്ടർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പാതിയിൽ നിന്ന് നിർത്തുകയാണ്. നമ്മൾ ഇന്നർ കോർണറിൽ കൊണ്ടുപോകത്തില്ല. കാര്യം ഇന്നർ കോർണറിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിട്ട് കിടക്കും. മാത്രമല്ല നമുക്ക് ഒരു പെർഫെക്റ്റ് ഫിനിഷ് കിട്ടത്തില്ല. ഭയങ്കര ഫുൾ ഒരു കറുപ്പ് പിടിച്ചതുപോലെ ഉണ്ട്. ഒരു സ്മോക്കി ഐസ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ ഔട്ടർ കോർണേഴ്സിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ഫിംഗർ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്മഡ്ജ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ കൺമഷിയാണ്, നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു പെർഫെക്റ്റ് ലുക്ക് വരണമെങ്കിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. സ്മഡ്ജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്മഡ്ജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ചായിട്ട് ഇന്നർ കോർണേഴ്സിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്മഡ്ജ് ചെയ്യുമ്പോൾ എടുത്തെടുത്ത് കളയുന്ന പോലെ വേണം നമ്മൾ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് മാത്രം എടുത്തിട്ട് അങ്ങനെ ആക്കിയിട്ട് വരുമ്പോഴേലും കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ ഇന്നർ കോർണേഴ്സിലും ആക്കിക്കൊണ്ടുവരിക. അപ്പോൾ ഇന്നർ കോർണേഴ്സിൽ കുറവായിരിക്കും, ഔട്ടർ കോർണേഴ്സിലായിരിക്കും തിക്കായിട്ട് ഉണ്ടാവുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കണ്ണിന് കാണാൻ, നമ്മൾ സ്മോക്കി ഐസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഇന്നർ കോർണേഴ്സിൽ ചെയ്തതിന് ശേഷം നമ്മൾ ടൈറ്റ് ലൈനിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐക്കോണിക്ക് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മോക്കി ഐസ് ചെയ്യുമ്പോൾ ഫുൾ ഒരു ബ്ലാക്ക് കളർ വന്നില്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ലുക്ക് വരത്തില്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ മേലെ അപ്ലൈ ചെയ്യാൻ എടുത്ത് അതേ കാജിൽ തന്നെ വെച്ചിട്ട് കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ടൈറ്റ് ലൈനിലും വാട്ടർ ലൈനിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഔട്ടർ കോർണേഴ്സിൽ കുറച്ചും കൂടെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെ ഒരു വി ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. ഒരു കുറച്ച് ഡീപ്പായിട്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് കണ്ണിലും ചെയ്താൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ളൊരു സ്മോക്കി ഐസ് ആണ്, പെർഫെക്റ്റ് ആണ്. നമുക്കിപ്പോൾ ഐ ഷാഡോ പാലറ്റ് ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ബ്രഷ് ഇല്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്മോക്കി ഐസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ആൻഡ് ബൈ.